ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു സോയ ചങ്ക്സ് റോസ്റ്റാണ് കേട്ടോ. സവാളയൊന്നും വഴറ്റി സമയം കളയണ്ട. അപ്പോൾ അതിനായിട്ട് സോയ ചങ്ക്സ് കുതിർത്തി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് അതും കൂടെ ഒന്ന് മുരിച്ചെടുക്കുക. സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള 3 വലിയ സവാളയാണ്, അത് കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ്, അത് ചേർക്കുക. സവാള ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഇതെല്ലാം അതും കൂടെ മിക്സ് ചെയ്ത് ഇത് നമുക്ക് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക. അപ്പോൾ ഈ സവാളയിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. പിന്നെ ഇതിലേക്ക് മസാലയ്ക്ക് പെരിഞ്ജീരകം 1 ടീസ്പൂൺ എടുക്കുക, പിന്നെ കുരുമുളക് 1/2 ടീസ്പൂൺ എടുക്കുക, പിന്നെ കാശ്മീരി ചില്ലി, പിന്നെ സാധാരണ ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും, പിന്നെ ഗരം മസാല. ഇതൊക്കെ മിക്സിയിലൊന്ന് ഉണങ്ങിയ ജാറായിരിക്കണം കേട്ടോ. വെള്ളമില്ലാത്ത ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് കറക്കിയെടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഈ സവാള ഒന്ന് കുറച്ചും കൂടെ വഴണ്ട് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഈ മസാലകൾ ചേർത്തു. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഈ മസാല നന്നായിട്ട് മൂത്ത് വരുന്നവരെ വഴറ്റുക. ഈ മസാല മൂത്ത് കഴിയുമ്പോൾ നമ്മൾ 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കുക കേട്ടോ. മസാല നന്നായിട്ട് മൂക്കണം, എന്നാലാണ് സ്വാദുണ്ടാവുക. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. 1/4 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വാടി വരുന്നവരെ അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുഴുവനും വാടിയിട്ടില്ല. ഇനി നമ്മൾ ഫ്ലെയിം ഇത്തിരി കൂടെ കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയുടെ പച്ചമണം നന്നായിട്ട് മാറി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ വേണം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ സോയ ചങ്ക്സ് ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. 1/4 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് കുതിർത്തിയിട്ട് വേവിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചത്. ഒറ്റ വിസിൽ മതി. അങ്ങനെ വെന്ത സോയ ചങ്ക്സാണ് നമ്മൾ മസാല നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി സിമ്മിൽ വെച്ചിട്ട്, ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, സിമ്മിൽ വെച്ചിട്ട് ഇതവിടെ ഇരുന്ന് ഈ സോയ ചങ്ക്സിൽ മസാലയൊക്കെ പിടിക്കട്ടെ. അപ്പോൾ സോയ ചങ്ക്സ് വേവിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ 1/4 കപ്പ് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നു. അപ്പോൾ നമ്മൾ നന്നായി കഴുകിയെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. അങ്ങനെയാണ് ഈ സോയ ചങ്ക്സ് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തുറന്നിട്ട്. നമ്മൾ സിമ്മിലാണല്ലോ ഇട്ടിരിക്കുന്നത്, പിന്നെ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അടിയിൽ പിടിക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കുക. ആദ്യത്തെ പ്രാവശ്യം തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് മൂടിയാൽ മതി കേട്ടോ, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് റെഡിയായി. ഇതെന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ സോയ ചങ്ക്സ് റെസിപ്പി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.